എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സത്സന്ധ്യയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് സത്സന്ധ്യയുടെ 251ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കും ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ. അടുത്തതായി നമുക്ക് തുടങ്ങി വിളിക്കാം. ആദ്യമായി ഞാൻ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ സജനാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കീർത്തനമോ ശ്ലോകമോ എന്താണ് മനസ്സിൽ വരുന്നത് തുടങ്ങി വെക്കുക. അതിനുശേഷം മറ്റുള്ളവരെ ഓരോരുത്തരെയായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാവുന്ന. ജയശങ്കര. 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 സജനാജി മനസ്സിൽ വരുന്നത് ചെയ്തോളൂ. ഇന്നത് വേണമെന്നൊന്നുമില്ല. ഏതാണ്? ഓക്കെ. ജയശങ്കര. ഇനി ആരെങ്കിലും അല്ല, ഒരു മിനിറ്റ്. മൂർത്താക്കർ പഞ്ചരത്നകൃതി, ഗണേശ പഞ്ചരത്നകൃതി ആചാര്യസ്വാമികളുടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സോറി. ഒരു ഗണേശ സ്തുതി ചൊല്ലാം. ശ്രീ ഗണേശ ശരണം, ശ്രീ ഗണേശ ശരണം, ഗജാനന ശ്രീ ഗണേശ ശരണം, ഗജാനന ദേവർ മുനിവർ പണിയും ദയാകര ശ്രീ ഗണേശ ശരണം, ഗജാനന ദേവർ മുനിവർ പണിയും ദയാകര ശ്രീ ഗണേശ ശരണം. നാഗാഭരണനே நான்மறை போற்றும் நாமனே பிரணவ ரூபனே, நாகாபரணனே நான்மறை போற்றும் நாமனே பிரணவ ரூபனே ശ്രീ ഗണേശ ശരണം, ഗജാനന ദേവർ മുനിവർ പണിയും
ദയാകര ശ്രീ ഗണേശ ശരണം. പാദനമ്പു രാമദാസ വരദനേ മോദക പ്രിയനേ ഗൗരീസുതനേ. പാദനമ്പു രാമദാസ വരദനേ മോദക പ്രിയനേ ഗൗരീസുതനേ. ആദിദൈവൻ ആദിദൈവൻ നിന്നരുളില്ലയേ. ആദിദൈവൻ ഉന്നരുളില്ലയേ. വേടനും മാനും ശ്രീതൊഴിൽ ഉണ്ടോ. ശ്രീ ഗണേശ ശരണം. ഗജാനന ദേവർ മുനിവർ പണിയും ദയാകര ശ്രീ ഗണേശ ശരണം. ശരണം ശരണം. ശങ്കര പ്രിപ്പയർഡ് ആയിരുന്നില്ല. വളരെ മനോഹരമായൊരു കീർത്തനം, നല്ലൊരു കീർത്തനം, നല്ല അർത്ഥവത്തായ വരികളും വളരെ മനോഹരമായിരുന്നു സജനാജി. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞാൻ അടുത്തായി വേദിയിലേക്ക് സൂറത്ത് ചാപ്റ്ററിൽ നിന്നും ശോഭ ചേച്ചിയെ ക്ഷണിക്കുന്നു. കീർത്തനം എന്താണ് മനസ്സിൽ വരുന്നത് ചെയ്യാവുന്നതാണ്. അയ്യപ്പന്റെ പാട്ടായിക്കോട്ടെ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. ശബരിമാമല ശാസ്താവേ പാഹിമാം. അത്തലെന്നെ ധരണിയിലുള്ളൊരു മർത്യരൊക്കെയുമയ്യനെ കൂപ്പുവാൻ കൂട്ടമോടെ എരുമേലിൽ ചെന്നിട്ടു പേട്ട കൊണ്ടാടി അയ്യപ്പ പാഹിമാം. അത്തമോദം വസിച്ചു പുലർകാലെ കോട്ടവാതിൽ കടന്നു നടന്നുപോയി തീർത്ഥമാം പേരൂർ തോട്ടിൽ കുളിച്ചുടൻ പാർത്തലെ നടന്നയ്യപ്പ പാഹിമാം. ഇമ്പമോടൊത്തു കാളകെട്ടി കടൻ അൻപിനോടെ അഴുതാനദിപുക്ക് വൻപിയലും അഴുതയിൽ സ്നാനവും കമ്പമെന്നിയെ അയ്യപ്പ പാഹിമാം. ഈശപുത്രനാം അയ്യനെ ചിന്തിച്ച് ആശയോടൊരു കല്ലുമെടുത്തുടൻ ആശുകേറിയ കല്ലിടും കുന്നിന്മേൽ വാസമന്നവരയ്യപ്പ പാഹിമാം. ഉൾക്കനിവോടു പിന്നെ പുലർകാലെ വെക്കമങ്ങു ചവിട്ടി കരിമല പൊക്കമേറിയ കുന്നും കടന്നവർ പുക്കുപമ്പയിലയ്യപ്പ പാഹിമാം. ഊഴി തന്നിൽ പ്രസിദ്ധമാം പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചുടൻ കോഴ കൂടാതെ നീലിമല കേറി വാസമെന്നിയെ അയ്യപ്പ പാഹിമാം.
എത്രയും വിസ്മയമാം ഗുഹകൾ കണ്ട് ഒത്തുകൂടി ശബരിപീഠത്തിങ്കൽ തത്ര നിന്നു ശബരിയെ വന്ദിച്ചു ഭക്തിപൂർവമായ അയ്യപ്പ പാഹി മാം. ഏറെ മോദാൽ 18 നൽപടി കേറിച്ചെന്നോതൊഴുതു ഭഗവാനെ. മാറിപ്പോന്നു കുടിലും ചമച്ചുടൻ മാരതുല്യനാമയ്യപ്പ പാഹി മാം. അയ്യനെ നീനെ ചന്നു വസിച്ചുടൻ പയ്യെ നേരം പുലരും ദേശാന്തരേ. ചൊവ്വിനോടെ തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ളൊരയ്യപ്പ പാഹി മാം. ഒത്തുകൂടിയ കുമ്പളം തോടതിൽ ബദ്ധമോദേന സ്നാനവും ദാനവും സദ്യയും കഴിച്ചങ്ങുമേ പോന്നുടൻ പുക്കമ്പലത്തിലയ്യപ്പ പാഹി മാം. ഓരോരോ ജനം പാരാതെ വന്നിട്ടം ആദരേണ തൊഴുതു ഭഗവാനെ. ശക്തിക്കൊത്ത വഴിപാടിതൊക്കെയും ഭക്തിയായി കഴിച്ചയ്യപ്പ പാഹി മാം. ഔവണ്ണം തന്നെ പിന്നെ പുലർകാലേ ചൊവ്വോടെ മാല തന്നെയും അമ്മയും സർവരും കടുത്ത സ്വാമി തന്നെയും ചെന്നു വന്ദിച്ചാരയ്യപ്പ പാഹി മാം. അന്നു തന്നെ മലയുമിറങ്ങിട്ടു വന്നു ലോകരരുമേലിൽ പാർക്കുന്നു. തിങ്ങിന മാല കേറ്റണമെന്നുടെ ശങ്കരാത്മജനയ്യപ്പ പാഹി മാം. ഇങ്ങനെ ശബരിമലവാസനെ ചെന്നു കണ്ടു വണങ്ങുന്ന സർവർക്കും ഭക്തിയോടെ നിനയ്ക്കും ജനങ്ങൾക്കും മുക്തി നൽകണമയ്യപ്പ പാഹി മാം. കീർത്തിയേറൂമി കീർത്തനം നിത്യവും ഓർത്തുകൊണ്ടു ചൊല്ലിടുന്ന മർത്യനു കീർത്തി സന്തതി സമ്പത്തുമുണ്ടാകും ആർത്തിനാശനയ്യപ്പ പാഹി മാം. അത്തലെന്നെ ധരണിയിലുള്ളൊരു മർത്യരൊക്കെയുമയ്യനെ കൂപ്പുവാൻ കൂട്ടമോടെ എരുമേലിൽ ചെന്നിട്ടു പേട്ട കൊണ്ടാടിയയ്യപ്പ പാഹി മാം. ജയശങ്കര. വളരെ സന്തോഷം ശോഭ ചേച്ചി. എന്താ പറയുക, അയ്യപ്പസ്വാമിയുടെ കാരുണ്യം ഉണ്ടാവട്ടെ. ഇപ്പൊ മണ്ഡല പൂജയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ആ ഒരു എന്താ പറയാ അലയടി ഇപ്പോഴും മാറിയിട്ടില്ല. മനസ്സിലെല്ലാം അയ്യപ്പന്റെ ശബരിമലയും അയ്യപ്പനും ഒക്കെ ഇങ്ങനെ വന്തളവും ഇതൊക്കെ മനസ്സിനിങ്ങനെ അലയടിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും വളരെ നല്ലൊരു കീർത്തനം പാടിയതിന് വളരെ സന്തോഷം. വളരെ നന്ദി. ഞാൻ അടുത്തതായി വേദിയിലേക്ക് കാസർഗോഡ് ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീ മാധവേട്ടനെ ക്ഷണിക്കുകയാണ് ആദരപൂർവ്വം. എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളത് അത് അവതരിപ്പിക്കുക. നമസ്തേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കയറാൻ തോന്നുന്നു. ഞാനിപ്പോൾ ബസ്സിലാണുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രത്തിൽ സെമിനാർ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് മെയിനായിട്ട് ഇങ്ങനെ നമ്മുടെ കോർഡിനേറ്റർമാരെ വിളിക്കുന്ന ഓരോ ചാപ്റ്ററിന്റെ ഈ ചാപ്റ്റർ കോർഡിനേറ്റർമാരുടെ പ്രോഗ്രാം ആണ് ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മാധവേട്ടനെ അതേപോലെ സജനാജിയൊക്കെ ക്ഷണിച്ചത്. അപ്പൊ അടുത്ത മനോജ് കുമാർ പത്തനംതിട്ട ചാപ്റ്ററിന്റെ എത്തിയിട്ടുണ്ട്. മനോജ് മനസ്സിൽ വരുന്ന ഒരു കീർത്തനമോ ശ്ലോകമോ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്തുകൊള്ളൂ.
മനോജ് കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ശ്രീ മനോജ് കുമാർ, പത്തനംതിട്ട ജില്ലാ ചാപ്റ്റർ. കേൾക്കുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം. ഞാൻ ജയേട്ടന്റെ അമ്മയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കീർത്തനമോ ശ്ലോകമോ എന്താണെന്ന് വെച്ചാൽ അമ്മ റെഡിയാ. ശ്രീകൃഷ്ണന്റെ കേശാദിവാദ ആയിക്കോട്ടെ. വളരെ സന്തോഷം. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ പീലിച്ചുരുൾ മുടിയും നീലത്തിരൂടലും ഫാലത്തോടു കുറിയും താണു തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ മകരകുണ്ടലമിട്ട് മലർക്കാതു തൊഴുന്നേൻ കുടില കുന്തളം പാറും കുളിർനെറ്റി തൊഴുന്നേൻ കരുണതൻ കടലായ കടമിഴി തൊഴുന്നേൻ അരുണകിരണമണിയും മുഖപത്മം തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ കേശവ കേശാദിപാദം തൊഴുന്നേൻ കളവേണു അലിയുന്ന കരതലം തൊഴുന്നേൻ കൗസ്തുഭം തിളങ്ങുന്ന കളകണ്ഠം തൊഴുന്നേൻ വനമാല മയങ്ങുന്ന മണിമാറു തൊഴുന്നേൻ കനക കങ്കണമിട്ട കൈത്തണ്ട തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ കേശവ കേശാദിപാദം തൊഴുന്നേൻ അരയിലെ മഞ്ഞ പട്ടുടയാട തൊഴുന്നേൻ അണിമുത്തുകിലുങ്ങും അരഞ്ഞാണം തൊഴുന്നേൻ കനകച്ചിലങ്കതുള്ളും കാൽത്തളിർ തൊഴുന്നേൻ കരിമുകിൽ വർണ്ണനെ അടിമുടി തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ കേശവ കേശാദിപാദം തൊഴുന്നേൻ. ജയശങ്കര. വളരെ സന്തോഷം അമ്മ. ഈ ഇതുപോലെയുള്ള കീർത്തനങ്ങൾ അല്ലെങ്കിൽ പാടുന്നത് കേൾക്കുമ്പോൾ അതാത് ക്ഷേത്രങ്ങളിലേക്ക് മനസ്സ് ഓടി ചെല്ലുന്നു എന്നുള്ളത്. ഇപ്പം മുമ്പ് ശോഭ ചേച്ചി പാടിയപ്പോൾ ശബരിമലയും ഈ പറഞ്ഞ പോലെ അയ്യപ്പനും, ഇതിപ്പോൾ കൃഷ്ണന്റെ ചിലപ്പോൾ ഉടനെ തന്നെ ഗുരുവായൂർ എത്തി മനസ്സ്. ഗുരുവായൂർ അമ്പാടി കൃഷ്ണന്റെ ആ രൂപവും ഇതെല്ലാം മനസ്സിൽ വന്നു. ഞാൻ പറയാണ് ജയേട്ട, നമ്മുടെ തിരുവാർപ്പ് കൃഷ്ണനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവിടെ അതായത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യം നടന്നിറക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടുത്തെ പ്രത്യേകത 2 മണിക്ക് നടന്നു തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അഭിഷേകത്തിന് മുമ്പ് തന്നെ അവിടെ ഭഗവാന് നേദ്യം കൊടുക്കണമെന്നുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ അരഞ്ഞാണം ഉരിഞ്ഞു പോകുന്ന താഴെ വീഴുന്ന രീതിയിലാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വിശപ്പുള്ള ഭഗവാനാണ്. ആ ഒരു കഥ ജയേട്ടൻ അറിയാമെങ്കിൽ അതൊന്ന് നമ്മുടെ ഇന്നിവിടെ എത്തിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക ജയേട്ട. കഥ എനിക്കറിയാം, പക്ഷെ പറയാനായിട്ടുള്ള ഗഹനമായ അറിവ് പോരാ. അത് കേട്ടറിവേ ഉള്ളൂ, ഇത്രയേ അറിയുള്ളൂ. മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. ഒരുപക്ഷെ അത് തീർച്ചയായിട്ടും തിരുവാർപ്പ് കൃഷ്ണനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ, കാരണം മനസ്സിലിങ്ങനെ ഓടി വന്നു അരിഞ്ഞാണം ഇതെല്ലാം കേട്ടപ്പോൾ ആ തിരുവാർപ്പ് കൃഷ്ണന്റെയാണ് മനസ്സിൽ വന്നത്. അതെ, വെളുപ്പിന് 2:30 മണിക്ക് നട തുറക്കുമെന്നും ആദ്യമായിട്ടുള്ളത് ഉഷനേദ്യം എന്ന് പറയുന്ന വെളുപ്പിന് 2:30-ക്കാണെന്നും ഇല്ലെങ്കിൽ അരിഞ്ഞാണ് താഴെ പോകും എന്നുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അതിനോട് സംബന്ധിച്ചതായിട്ടുള്ള കഥയെക്കുറിച്ച് എനിക്കറിയില്ല. അത് മാത്രമല്ല, അഥവാ അവിടെ ഈ അതായത് ശ്രീകോവിലിന്റെ താക്കോല് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോടാലി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോന്ന് എനിക്കറിയില്ല.
അതെ അതെ, അവിടെ വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്, പലതവണ ഞാൻ പോയിട്ടുണ്ട്. അതുണ്ട്. ആ അവിടെ അതായത് അത് അഥവാ പോയിട്ടുണ്ടല്ലോ. തുറക്കാൻ പറ്റിയെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ആണെങ്കിലും തുറന്ന ആ സമയത്ത് തുറക്കണമെന്നുള്ളതാണ് അവിടുത്തെ ഇത്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അല്ലേ ഓരോ പാരമ്പര്യ ഇതൊക്കെ എന്ത് രസമാണ് കേൾക്കാനും, ഓരോരോ ക്ഷേത്രങ്ങളിലെ ആ നിഷ്ഠയും പാരമ്പര്യം ഇത് കാര്യങ്ങളൊക്കെ കേൾക്കുവാന് അത് നമുക്ക് വളരെ ഒരു കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. എനിക്കൊന്ന് മാധവേട്ടൻ അറിയാം. മാധവേട്ടൻ എനിക്ക് തോന്നുന്നു ഇതിലാണെന്ന് തോന്നുന്നു, ബസ്സിലാണെന്ന് തോന്നുന്നു, യാത്രയിലാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമുള്ള വ്യക്തിയാണ്. അതെ അതെ. എന്തായാലും അടുത്ത ആളിലേക്ക് കടക്കാം. നമ്മുടെ സൂറത്ത് ചാപ്പിൽ നിന്നും നമ്മുടെ അന്നപൂർണേശ്വരി ചേച്ചി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചേച്ചിയുണ്ട്, കോട്ടയത്തു നിന്നുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജീവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ രാജീവേട്ടനും പറയുമായിരുന്നു ആ കഥ. അന്നപൂർണേശ്വരി ചേച്ചി. ഓക്കെ. ജയശ്രീ ജയശങ്കര. ജയശങ്കര ഒരു ദശാവതാര സ്തോത്രം ജപിക്കും. ഓ ആയിക്കോട്ടെ. പ്രളയപയോധി ജലേ ദൈധവാനസി വേദം വിഹിതവാഹിത്ര ചരിത്രമഖേദം കേശവദമീന ശരീര ജയ ജഗദീശ ഹരേ. ശിതിരേതി വിപുലതരേ തവ തിഷ്ഠതി പൃഷ്ഠേ ധരണീധരണ കിണ ചക്രഗരിഷ്ഠേ കേശവദത്ത കച്ഛപരൂപാ ജയ ജഗദീശ ഹരേ. വസതി ദശന ശിഖരേ ധരണീ തവ ലഗ്നാ ശശിനി കളങ്ക കലേവ നിമഗ്നാ കേശവദത്ത സുകര രൂപാ ജയ ജഗദീശ ഹരേ. തവ കരകമലവരേ നഖമൽഭുതശൃംഗം ദളിത ഹിരണ്യകശിപുതനുഭൃംഗം കേശവദത്ത നരഹരിരൂപാ ജയ ജഗദീശ ഹരേ. ചലയസി വിക്രമണേ ബലിമൽഭുതവാമന പതനഘനീരജനിത ജന പാവന കേശവദത്ത വാമന രൂപാ ജയ ജഗദീശ ഹരേ. ക്ഷത്രിയരുധിരമയ ക്ഷത്രിയരുധിരമയേ ജഗദഭഗത പാപം സ്തഭയസി പയസി ശമിധ ഭവതാപം കേശവദത്ത ഭൃഗുപതി രൂപാ ജയ ജഗദീശ ഹരേ. വിതരസി ദിക്ഷുരണേ ദിക്പതി കമനീയം ദശമുഖമൗലിബലിം രമണീയം കേശവദത്ത രഘുപതി രൂപാ ജയ ജഗദീശ ഹരേ. വഹസിവഭൂഷി വിശദേ വസനം ജലധാവം ഫലഹദി ഭീതിമിലിതയമുനാമം കേശവദത്ത ഹലധര രൂപാ ജയ ജഗദീശ ഹരേ. നിന്ദസി യജ്ഞവിദേ രഹസുദിജാഡം സദയ ഹൃദയ ദർശിത പശുഖാതം കേശവദത്ത ബുദ്ധ ശരീര ജയ ജഗദീശ ഹരേ. മേജനിവഹ നിധനേ
കലയസി കരവാളം ധൂമകേതുമിവ കിമപി കരാളം കേശവധൃത കൽക്കി ശരീര ജയ ജഗദീശ ഹരേ ജയദേവ കവേരിതമുദിതമുദാരം ശൃണുസുഖദം ശുഭദം ഭവതാപം കേശവദശവിധരൂപ ജയ ജഗദീശ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ജയ ശങ്കര. വളരെ സന്തോഷം മനോഹരന ശേഷി, വളരെ മനോഹരമായി തന്നെ ആലപിച്ചു. അടുത്തതായി ഞാൻ തന്നെ നമ്മുടെ സൗന്ദര്യലഹരിയിലെ 3 ശ്ലോകം നമ്മുടെ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് ഒന്ന് ചൊല്ലാമെന്ന് കരുതുന്നു, ഗുരുവിന്റെ അനുവാദത്തോടു കൂടി. അത് കാരണം അത് ഈ 3 ശ്ലോകം ഞാൻ കാണാതെ പഠിച്ചു കഴിഞ്ഞു. പുഷ്പാഞ്ജലിക്കൊക്കെ ഇപ്പൊ ഇത് ദേവിക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു നിമിത്തമായിട്ട് കാണുന്നു ഞാനിതില്. ശിവശക്തിയുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി തനീയാം സംപാംസും തവ ചരണ പങ്കേരുഗഭവം വിരിഞ്ചി സഞ്ജുന്വൻ വിരജയതിനോഗാനവികലം വഹത്യേനം ശൗരി കഥമപി സഹസ്രേണ ശിരസാം ഹരസംശുദ്ധ്യൈനം ഭജതി പസിതോ ധൂളനവിധി അവിദ്യാനാമന്തസ്തിമിരമിഹിരദ്വീപനഗരി ജഡാനാം ചൈതന്യസ്തപകമകരന്ദശ്രുതിഝരീം ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധോ നിമഗ്നാനാം ദംഷ്ട്രാമുരരിപുവരാഹസ്യ ഭവതി. അമ്മേ ജഗദീശ്വരി, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ദയവായി ചൂണ്ടിക്കാണിക്കുക. കാരണം നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ അത് ഒന്നും കൂടെ ആ ഒരു മനസ്സോടുകൂടി ചെയ്യാൻ സാധിക്കുമല്ലോ ജയേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ദരിദ്രാണാം ചിന്താമണി ഗുണനിക ജന്മജലധൗ ജന്മജലധോ നിമഗ്നാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി. അമ്മേ നാരായണ, ദേവി നാരായണ. ഇത് നമ്മുടെ ഗാനഗോകുലം സരസ്വതി ഓപ്പോൾ എത്തിയിട്ടുണ്ട്. ഞാൻ വേദിയിലേക്ക് സരസ്വതി ഓപ്പോളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഒരു കീർത്തനത്തിനായി. എനിക്ക് സമയം തെറ്റിപ്പോയി, എത്രയാന്ന് പറഞ്ഞ് ഇപ്പൊ നോക്കിയപ്പോഴാ. മണ്ഡലപൂജ കഴിഞ്ഞല്ലോ, അത് കാരണം പിന്നെ വീണ്ടും 8 മണിക്കിലേക്ക് ആക്കി. അത് ശരി, അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അല്ല, മണ്ഡലപൂജയ്ക്ക് നമുക്ക് ആ 41 ദിവസം ഉണ്ടല്ലോ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള ദിവസം പിന്നെ നേരത്തെ എത്താൻ പറ്റും. ഞാന് ഒരു ശ്രമം നടത്തുകയാണ്, ഒരു ഭജൻ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ഹരിസുന്ദരനന്ദ മുകുന്ദ ഹരിനാരായണ ഹരിയോ ഹരിസുന്ദരനന്ദ മുകുന്ദ ഹരിനാരായണ ഹരിയോ ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോ ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോ ഹരിസുന്ദരനന്ദ മുകുന്ദ ഹരിനാരായണ ഹരിയോ ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോ വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി
വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി नितु नितु कर्मज्ञ चोरी गोपी मनहारी नितु नित कर्माखन चोरी गोपी मनहारी आवो रे गोकुल मनहारी आवो रे गोकुल मनहारी आवो रे खाना रे गोकुल के प्यारे आवो रे गाना रे गोकुल को प्यारे हरे सुंदर नंद मुकुंद हरे नारायण हरि ओम हरे सुंदर नंद मुकुंद हरे नारायण हरि ओम हरि केशव हरि गोविंद हरे नारायण हरि ओम हरि केशव हरि गोविंद हरे नारायण हरि ओम हे मोरु मुकुच गिरधारी घाना पीतांबर धारी हे मोरु मुकुच गिरधारी खाना पीतांबर धारी गोपियन संग रास रचारे मोहन मुरलीधारी गोपियन संग रास रचारे मोहन मुरलीधारी आवो रे गाना रे हे कृष्ण मुरारी आवो रे गाना रे हे कृष्ण मुरारी आवो रे नाचो रे मोहन गिरिधारी आवो रे नाचो रे रास रचावो रे हरि सुंदर नंद मुकुंद हरि नारायण हरि ओम हरि सुंदर नंद मुकुंद हरि नारायण हरि ओम हरि केशव हरि गोविंद हरि नारायण हरि ओम हरि सुंदर नंद मुकुंद हरि नारायण हरि ओम हरि नारायण हरि ओम हरि नारायण हरि ओम ശങ്കര. വളരെ സന്തോഷം ശിവപ്പിള, സോറി സരസ്വതി പിള്ള, വളരെ ഭംഗിയായി തന്നെ ആലപിച്ചു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് മലപ്പുറം ചാപ്റ്ററിന്റെ വാക്കുകളൊന്നും അറിയത്തില്ല, ഹിന്ദി ആയോ? എല്ലാം കറക്റ്റ് ആയിരുന്നു, എല്ലാം കറക്റ്റ് ആയിരുന്നു, കേട്ടെന്ന് മനസ്സിലാകുന്നില്ല. ഇത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനമായതുകൊണ്ട് അറിയാം. അടുത്തതായി വേദിയിലേക്ക് മലപ്പുറം ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി ഉഷ ദേവിയെ ക്ഷണിക്കുന്നു ആദരപൂർവ്വം. ഉഷയെടുത്ത് കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. എന്നോടാണോ പറഞ്ഞേ? എനിക്ക് ശബ്ദമില്ല, ഇന്നത്തെ ദിവസം ശബ്ദമില്ല, ഞാൻ കേൾക്കണ മാത്രമേ ഉള്ളൂ. അതിന് ശ്ലോകം ആയിക്കോട്ടെ, വന്നത് കൊണ്ട് ഒരു ശ്ലോകം ജപിക്കാം, 4 വരിയാണെങ്കിലും ചെറിയൊരു. ഓക്കെ, എന്നാ നാരായണീയത്തിലെ അവസാനത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലാം. ഓ ആയിക്കോട്ടെ. ശബ്ദം കിട്ടുമോ അറിയില്ല കേട്ടോ. നല്ലവണ്ണം കേൾക്കുന്നുണ്ട്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരഗണം അവലി ലോഭനീയം പീയൂഷ പ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈ
രാവീതം നാരദാദ്യൈർവിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. താങ്ക് യു. വളരെ സന്തോഷം ചേട്ടത്തി. എന്തായാലും അത് നാരായണത്തിന്റെ അവസാന ശ്ലോകമാണല്ലോ ജപിച്ചല്ലോ, പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, അതൊരു സന്തോഷമല്ലേ. വളരെ സന്തോഷം. ശരിയാണ്, തൊണ്ടയ്ക്ക് നല്ല ശബ്ദത്തിന്റെ ഇതുണ്ട്, വ്യത്യാസം അറിയുന്നുണ്ട്. അടുത്തതായി ഞാൻ വേദിയിലേക്ക് നമ്മുടെ എല്ലാമായ ജയേട്ടനെ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. കീർത്തനമോ ശ്ലോകമോ എന്താണ് മനസ്സിൽ വരുന്നത് ആയിക്കോട്ടെ. ജയശങ്കര, നാരായണൻ ചോദിച്ചപ്പോൾ നാരായണൻ തന്നെയാണ്, നാരായണൻ തന്നെയാണ്. എന്നാലും ഓം രാധാ കൃഷ്ണ ഗോവിന്ദ, കൃഷ്ണ രാധാ ഗോവിന്ദ, രാധാ കൃഷ്ണ ഗോവിന്ദ, കൃഷ്ണ രാധാ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു, കൃഷ്ണം നമസ്യേ സദാ, കൃഷ്ണേനേവ സുരക്ഷിതോഹമസകൃത്, കൃഷ്ണായ ദത്തം മനഃ, കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസോസ്മ്യഹം, കൃഷ്ണേ ഭക്തിരജഞ്ജലസ്തു ഭഗവാൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീകൃഷ്ണാഷ്ടകം. ഭജേ പ്രജൈകമണ്ഡനം സമസ്തപാപഖണ്ഡനം സ്വഭക്തചിത്തരഞ്ജനം സദൈവ നന്ദനന്ദനം, സുഭിക്ഷഗുച്ഛമസ്തകം സുനാദവേണുഹസ്തകം അനംഗരംഗസാഗരം നമാമി കൃഷ്ണസാഗരം. മനോജഗർവമോചനം വിശാലലോലലോചനം വിധൂതഗോപശോചനം നമാമി പത്മലോചനം, കരാരവിന്ദഭൂധരം സ്മിതാവലോകസുന്ദരം മഹേന്ദ്രമാനധാരണം നമാമി കൃഷ്ണവാരണം. കദംബസൂനകുണ്ടലം സുചാരുഗണ്ഡമണ്ഡലം പ്രജംഗനൈകവല്ലഭം നമാമി കൃഷ്ണദുർലഭം. യശോദയാ സമോദയാ സഗോപയാ സനന്ദയാ യുതം സുഖൈകദായകം നമാമി ഗോപനായകം. സദൈവ പാദപങ്കജം മദീയമാനസേ നിജം ദധാനമുത്തമാലകം നമാമി നന്ദബാലകം. സമസ്തദോഷശോഷണം സമസ്തലോകപോഷണം സമസ്തഗോപമാനസം നമാമി നന്ദലാലസം. ഭൂഭരാവതാരകം ഭവബ്ധികന്നധാരകം യശോമതീ കിശോരകം നമാമി ചിത്തജോരകം. ഭൃഗന്ധകന്ദഭംഗിണം സദാ സദാലസംഗീതം ദിനേ ദിനേ നവം നവം നമാമി നന്ദസംഭവം. ഗുണാകരം സുഖാകരം കൃപാകരം കൃപാപരം സുരദ്യുഷം നികർത്തനം നമാമി ഗോപനന്ദനം. നവീന ഗോപസാഗരം നവീന കേളിലമ്പടം നമാമി മേഘസുന്ദരം തടിപ്രഭാലസത്പടം. സമസ്ത ഗോപനന്ദനം ഹൃദംബുജൈകമോദനം നമാമി കുഞ്ചമധ്യകം. പ്രസന്നഭാനശോഭനം നിഗാമകാമദായകം ഭൃഗന്ധചാരുസായകം രസാലവേണുഗായകം നമാമി കഞ്ചനായകം. വിദഗ്ധഗോപികാമനോജ്ഞതൽപശായിനം നമാമി കഞ്ചകാനനെ പ്രവൃദ്ധവന്നിപായിനം. യഥാ തഥൈവ കൃഷ്ണ സത്കഥാ മയാ സദൈവ ഗീയതാം തഥാ കൃപാവിധീയതാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ, വളരെ മനോഹരമായി ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് എറണാകുളം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി ശ്രീകല മധു അവറുകളെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു. ശ്രീകലേട്ടത്തി, ഞാനങ്ങനെ മനസ്സിൽ വരുന്ന എന്താണെന്ന് ഇതുപോലെ ഞങ്ങളെല്ലാം മനസ്സിൽ വരുന്ന അങ്ങ് ചെയ്യായിരുന്നു. ആണോ? ഞാനൊരു ചെറിയൊരു ഭജന നോക്കാം, പാടി നോക്കാം. ആയിക്കോട്ടെ. സുന്ദര കണ്ണാ കണ്ണാ വന്ദിത രൂപാ നന്ദകുമാരാ നവനിത ചോരാ
സുന്ദര കണ്ണാ കണ്ണാ വന്ദിത രൂപാ നന്ദകുമാരാ നവനിത ചോരാ പാവന നാമാ കണ്ണാ പാപ വിനാശ പാഹി പാഹി കേശവ ശൗരേ പാവന നാമാ കണ്ണാ പാപ വിനാശ പാഹി പാഹി കേശവ ശൗരേ സുന്ദര കണ്ണാ കണ്ണാ വന്ദിത രൂപാ നന്ദകുമാരാ നവനിത ചോരാ നീലമേഘ ശ്യാമള നീരജനയനാ നാരായണ രൂപമേ നന്ദകുമാരാ നീലമേഘ ശ്യാമള നീരജനയനാ നാരായണ രൂപമേ നന്ദകുമാരാ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ സുന്ദര കണ്ണാ കണ്ണാ വന്ദിത രൂപാ നന്ദകുമാരാ നവനിത ചോരാ ഗോപവൃന്ദ സേവിത ഗോകുല ബാലാ ഗോപികാ മനോഹര ഗാനവിലോല ഗോപവൃന്ദ സേവിത ഗോകുല ബാലാ ഗോപികാ മനോഹര ഗാനവിലോല അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ സുന്ദര കണ്ണാ കണ്ണാ വന്ദിത രൂപാ നന്ദകുമാരാ നവനിത ചോരാ. ഓപ്പോളുടെ ദ്രുതകവനമാണോ ഓപ്പോളെ? അല്ല, മനോഹരമായി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കീർത്തനം കേൾക്കുന്നത് അല്ലേ? മനോഹരമായ ദ്രുതകവനമാണോ എന്ന് ചോദിച്ചത് ആദ്യമായിട്ട് ജ്യോതിഷം പറഞ്ഞപ്പോ എന്നാ അങ്ങ് അല്ലല്ല അയ്യോ അത്ര ആയിട്ടില്ല. അത് കേട്ടപ്പോ ഇഷ്ടമുള്ളൊരു കണ്ണനല്ലേ ഓർത്ത് പാടിയത്രേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം ശ്രീലടത്തി. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ഒമാൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ ശ്രീ അഭിലാഷ് ജിയെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമി, ഞാൻ ഓഫീസിൽ ഇരിക്കുക. ആണോ? 4 വരി ആയിക്കോട്ടെ, സാരമില്ല. പുറകിൽ ശൂലമാണ് കാണുന്നത്, ഓഫീസിലാണ്. ഞാനത് ഓഫീസിൽ ഇത് കാണാതെ എഴുതി വെച്ചിരുന്ന. മനസ്സിലായി. മനസ്സിൽ വരുന്നത് 4 വരി ചെയ്തു. നാമം മതി. പിന്നെ ഒരു ശ്ലോകം ചെയ്യിക്കോട്ടെ. ഗജാനനം അതിലേക്ക് സദാശിവ സമാരംഭം അത് തന്നെ ആയിക്കോട്ടെ, വന്നതല്ലേ. അല്ല, ഞാനെങ്കിൽ സരസ്വതി ദേവിയുടെ പാടാം. അല്ലെ, പഠിക്കാൻ മറക്കാം. സരസ്വതി നിൻ അല്ല, അത് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പാടുന്നതാ. 2 വരിയേ ഉള്ളൂ കേട്ടോ. സരസ്വതി നിൻ ചരണാനവൃന്ദം മനസ്സിലോർത്തിട്ടിത കൈതൊഴുന്നീൻ പഠിക്കുന്നതൊന്നും മറക്കാതിരിപ്പാൻ മനപ്രസാദം തരികേണ്ടതായി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇതൊരു പ്രസാദമായിട്ട് കൂട്ടുക. കഴിവുള്ളതല്ലേ തരാൻ പറ്റൂ. ഭഗവാനേഷ. അല്ല അഭിലാഷി, 2 വാക്കാണെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കും. നാരായണ എന്നുള്ള നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, സ്വർഗം ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇത് ഇത്രയധികം പറഞ്ഞത് തന്നെ ഭഗവാന്റെ ഇതല്ലേ. തീർച്ചയായിട്ടും വളരെ മനോഹരം, വളരെ സന്തോഷം. ഞാൻ അടുത്തതായി വേദിയിലേക്ക് രമചേച്ചി കോട്ടയം ചാപ്റ്ററിൽ നിന്ന് ഉണ്ട് ഇവിടെ. രമചേച്ചി കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കീർത്തനമോ ശ്ലോകമോ ആവാം. അതല്ലെങ്കിൽ ലീല ചേച്ചി, സൂറത്ത് ചാപ്റ്ററിൽ നിന്നാണെന്ന് ലീല ചേച്ചി, ശ്രീമതി ലീല പി ടി. ചൊല്ലട്ടെ.
ഓ ആയിക്കോട്ടെ ഞാൻ ഗണപതി സ്തോത്രം ചെന്നു. ആയിക്കോട്ടെ. ജയശങ്കര. ജയശങ്കര. കൈലാസനാഥന്റെ പുൻസോധേനേ കുംഭേ മോഹേശ്വര തമ്പൂരാനേ പൂഴിജനപാലനായകനേ അറുമുഖ സോദര കൈതൊഴുന്നേ നാരദൻ തന്നോട് മാമ്പഴത്തിൻ സോദരനോടങ്ങ് ശണ്ട കൂടി കൈലാസമാല തന്റെ ചുറ്റും മൂന്നോ വലം വെക്കാൻ താതനാജ്ഞ താരന്റെ കൽപ്പന കേട്ടിതപ്പോ മാതാപിതാക്കളെ ചുറ്റി നീയും പുള്ളിമായിലേറി യാത്രയായി വള്ളി മണാളനാ തമ്പൂരാനും ലോകം മുഴുവൻ നിറഞ്ഞിരിക്കും മാതാപിതാക്കളെ ചുറ്റി വന്നു ശ്രേഷ്ഠനാം ബുദ്ധിയിൽ താതനോട് മോദനമാമ്പഴം വാങ്ങിയില്ലേ ഷൺമോഹനപ്പോളും ലവൻ ചുറ്റി കൈലാസമാല തന്നിൽ വന്നു തൃക്കൈയിൽ കിട്ടിയ മാമ്പഴത്താൽ കോപിച്ചു നിന്നീതു ശ്രീമുരുകൻ കോപത്താലാനമോകേശനോട് ചണ്ട കൂടി വീണ്ടും കാത്തേകേൻ തമ്മിൽ പിടിച്ചും വിഘ്നേശ്വരന്റെ ഒരു കൊമ്പോടിച്ചു വളഞ്ഞതില്ലേ ഒറ്റക്കൊമ്പ ആനാമോകേശ്വരനെ കുട്ടി ഗണപതി തമ്പുരാനെ വിഘ്നങ്ങളൊക്കെ അകറ്റി നിത്യം മഞ്ഞിലെ മർത്തേരെ കാത്തേടേനെ. ജയശങ്കര. ജയശങ്കര വളരെ 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 മനോഹരമായിരുന്നു ലീല ചേച്ചി. വളരെ സന്തോഷം. ഞാനൊരു കാര്യം പറഞ്ഞു, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എനിക്ക് കുറെ ക്ലാസ്സിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദിശങ്കര എനിക്കൊന്നും നോക്കാനും കാണാനൊന്നും പറ്റാത്ത ഒരു അറിയത്തില്ല എനിക്ക്. എനിക്കിത് പങ്കെടുക്കാൻ നിങ്ങളെല്ലാരെയും മിസ് ചെയ്ത് എനിക്കൊന്നിനും 2 ക്ലാസ് പോലെ എനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ ശോഭ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനകത്തോട്ട് വരുന്നത്. എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥ ആയിരുന്നു. അല്ലല്ലോ, നമ്മളെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ അതിന്റെ ലിങ്ക് ഇടാറുണ്ടല്ലോ നമ്മളെ പരിപാടികളുടെ. അല്ല, ഇടുന്നുണ്ട് ചേച്ചി. എനിക്കത് കാണാനും ഇതിനകത്ത് വരാനും പറ്റുന്നില്ല. ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. തീർച്ചയായും. ഞാൻ അടുത്ത പറയുകയാണെങ്കിൽ അവതരിപ്പിച്ചത് ഒരു കഥ, ഗണപതിയുടെ ഒരു കഥ, അതൊരു ശ്ലോകമായിട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. വളരെ സന്തോഷം. കഥയാണ്. വളരെ സന്തോഷം. അടുത്തതായി വേദിയിലേക്ക് സരസ്വതി വിദ്യാനികേതൻ എന്ന് കാണുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഒരു കീർത്തനമോ ശ്ലോകമോ ആവാം. ഞാൻ മലപ്പുറം ഇതിലാണ് വരുന്നത്. ആയിക്കോട്ടെ. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഗീതാസാരത്തിൽ ഒരു 4 വരി ചൊല്ലാൻ. ആയിക്കോട്ടെ. വളരെ സന്തോഷം. ശീലീല മൗലിയിൽ പീലി ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്താമര കണ്ണിനേറ്റം ചന്തം കലർത്തും
മഷിയെഴുതി ഉൾപ്പൂവിനാനന്ദമേകി വാഴും നൽപ്പൂവിനൊത്തൊരു നാസയേന്തി തൊണ്ടിപ്പഴത്തിനു നാണമേകം ചുണ്ടിന്റെ മാധുര്യമെങ്ങും വീശി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡസ്ഥലങ്ങളിൽ മിന്നലാർന്നു ഹാരാതിയാഭരണങ്ങളെ മാറിന്നു ശോഭയിരട്ടിയാക്കി ചമ്മട്ടിക്കോലു വലത്തു കയ്യിൽ ചെമ്മേ കടിഞ്ഞാണിടത്തു കയ്യിൽ മഞ്ഞപ്പട്ടങ്ങു ഞൊറിഞ്ഞൊടുത്തു മഞ്ജുവം മന്ദസ്മിതവുമായി പാർത്ഥനു സാരഥിയായി നിന്നു ആർത്തി വിനാശനൻ വാസുദേവൻ തേരിൽ വികാരമികമർന്നിരുന്നു വീരനാമർജുനൻ ഏവമോദി. ജയശങ്കര ചെല്ലാൻ്റെ കുറേ ഉണ്ട്. തീർച്ചയായിട്ടും ആദ്യമായിട്ടെന്ന് തോന്നുന്നു പേര് സരസ്വതി തന്നെയാണോ? അല്ലല്ല, എന്റെ പേര് തുളസി എന്നാണ്. ഞാനത് സ്കൂളിന്റെ മെയിലിലാ പോയത്. അതിന്റെ പേരെന്ന് ചോദിക്കുന്നു. സരസ്വതി വിദ്യാനികേതൻ എന്നാണ് കണ്ടത്, അതുകൊണ്ടാണ്. വളരെ സന്തോഷം പങ്കെടുത്തതിന്. തീർച്ചയായും തുടർന്നും നമ്മുടെ പരിപാടികളിൽ തീർച്ചയായും പങ്കെടുക്കുക. എല്ലാ ലിങ്കുകളും നമ്മുടെ ചാപ്റ്ററുകളിലെല്ലാം വരാറുണ്ട്, അത് നോക്കി കയറുക. ഞാൻ പങ്കെടുക്കാം. വളരെ സന്തോഷം. ഞാൻ അടുത്തായ വേദിയിലേക്ക് ന്യൂഡൽഹി ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീ രാഘവൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലേക്ക് ആദരപൂർവ്വം ശ്ലോകമോ കീർത്തനമോ ചെയ്യാവുന്നതാണ്. രാഘവൻ സാർ. നമസ്കാരം. എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, 4 വരി ആയിക്കോട്ടെ. എനിക്കത് ഇല്ല, എവിടുന്ന വായിക്കേണ്ടതെന്നും അറിയില്ല. ഇപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അതെ, മനസ്സിൽ വരുന്ന ഏത് ശ്ലോകവും, ഇത് സത്സന്ധിയാണ്, അതുകൊണ്ട് മനസ്സിൽ വരുന്ന ഏത് ഇതാണെങ്കിലും നമുക്ക് ചെയ്യാം. ഏതെങ്കിലും വായിക്കാം. അപ്പൊ ഞാൻ കന്നഡ സ്തോത്രം ചൊല്ലട്ടെ? ഓ, ആയിക്കോട്ടെ. ഓക്കെ. കനകധാര സ്തോത്രം. വന്ദേ വന്ദാരുമന്ദാരമിന്ദിരാനന്ദഗന്ധളം അമന്ദാനന്ദസന്തോഹ ബന്ധൂരം സിന്ധുരാനനം അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി മൃഗാംഗനേവ മുകുള ഭരണം തമാലം അംഗീകൃത അഖില വിഭൂതിരപാംഗലീല മാംഗല്യദസ്തു മമ മംഗളദേവതായ മുഗ്ധ മുഹർവിതദതി വദനെ മുരാരേ പ്രേമത്രപാ പ്രണികിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയ सा मे श्रियं दिशतु सागरसम्भवाय आमीलिताक्षमधिगम्य मुदा मुकुन्दम् आनन्दगं दमनिमेषमनङ्गतन्त्रम् आगेकरस्थितगणीनिगभस्मनेत्रं भूत्यै भवेत् मम भुजङ्ग शयाङ्गनाय बाह्वं तरे मधुचित श्रितकौस्तुभेय हारावळीव हरिनीलमयी विभाति
കാമപ്രദ ഭഗവതോ വികടാക്ഷമാല കല്യാണമാ വഹതു മേ കമലാലയായ കാലാംബുദാളി ലളിതോരസികൈഡഭാരേ ധാരാധരേ സ്ഫുരതിയാ തടിതംഗനീവ മാധു സമസ്ത ജഗദം മഹനീയമൂർത്തി ഭദ്രാണി മേ ദിശതു ഭാർഗവനം ഗദായ ഭദ്രാണി മേ ദിശതു ഭാർഗവനന്ദനായ. പോരെ? ഉണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് ഇവിടെ ഒരു കാക്കാം. പ്രാപ്തം പദം എന്ന് പറഞ്ഞ് തുടങ്ങി വീണ്ടും ഉണ്ട് അതിൻ്റെ ഇത്. സാരമില്ല, ഇത്രയും ചെയ്തല്ലോ. ഞാൻ 4 വരിയാണ് ഉദ്ദേശിച്ചത്. സാർ അത് കൂടുതൽ ഇതാക്കി, വളരെ സന്തോഷം. അപ്പം ഇനി വേറെ മനോജ് പത്തനംതിട്ട ചാപ്റ്ററിന് മുമ്പും ക്ഷണിച്ചിരുന്നു. മനോജിനെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഒരു കീർത്തനമോ ശ്ലോകമോ എന്തെങ്കിലും ചെയ്യാമെന്നെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ സമയമായിട്ടുണ്ട്. ശ്രീ മനോജ് കുമാർ പത്തനംതിട്ട ചാപ്റ്ററിൻ്റെ കേൾക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമുക്ക് സത്സന്ധ്യ ഇവിടെ പര്യവസാനിക്കുകയാണ്. ജഗദീശ്വരിയുടെ കാരുണ്യം, അയ്യപ്പസ്വാമിയുടെ കാരുണ്യം, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോകാസമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര, 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 ജയശങ്കർ, ജയശങ്കർ. ജയശങ്കര, ജയശങ്കർ.